നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിലും ഇറാനിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുകയാണ് ന്യൂയോർക്ക് ടൈംസ്. ഹോർമുസ് കടലിടുക്കിൽ മൈൻ വിതറാൻ ശ്രമിക്കുന്ന ചെറുബോട്ടുകളെ വെടിവെച്ചു കൊല്ലാൻ ട്രംപിന്റെ ഉത്തരവ്. ഇറാൻ ഭരണകൂടം വലിയ പ്രതിസന്ധികളെ നേരിടുന്നു. തികച്ചും ആഭ്യന്തര ഭിന്നതയിലാണ് ഇറാൻ ഭരണകൂടം. ടെഹ്റാൻ ആകാശത്ത് ഇസ്രയേലിന്റെ സാന്നിധ്യം കണ്ടുവെന്നാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്നുള്ള വാർത്തകൾ. ഇസ്രയേൽ ഇത് നിരാകരിച്ചു. ഇറാനുമായുള്ള പോരാട്ടം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ് എന്ന് കൃത്യമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഉത്തരവ് നൽകിയാൽ മതി. ഇറാനിയൻ ഊർജ്ജ കേന്ദ്രങ്ങളെയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ പരമോന്നത നേതാവ് അലി ഖമനയെ വകവരുത്തിയതുപോലെ ഇറാന്റെ ഭരണകൂട പ്രമുഖരെയുമൊക്കെ തങ്ങൾ വധിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ വെടിവെപ്പുകൾ ഭൂരിഭാഗവും ഇറാന്റെ നാവികസേനയ്ക്ക് നേരെയായിരുന്നു. ഡസൻ കണക്കിന് കപ്പലുകൾ മുക്കി നാവികസേനയ്ക്ക് സാരമായ നാശനഷ്ടം വരുത്തിവെച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ചെറിയ ആക്രമണ ബോട്ടുകളുടെ വലിയ നിരയുണ്ട്. മോസ്കിറ്റോ ഫ്ലീറ്റ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗുഹകളിലാണ് ഇവ സൂക്ഷിക്കുന്നത്. യുദ്ധത്തെ ഇവയിൽ ചിലത് അതിജീവിച്ചുവെന്ന് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നു. ഈ കപ്പലുകളിൽ മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. മൈനുകൾ വിതറുന്നതിനും വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നതിനും IRGC ഉപയോഗപ്പെടുത്തുന്നത് ഈ ചെറുബോട്ടുകളെയാണ്. ഇറാൻ നാവികസേനയുടെ 159 യുദ്ധക്കപ്പലുകൾ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിശക്തമായ ആക്രമണം നാവികസേനയ്ക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തി. US മൈൻ വീപ്പർമാർ പുതിയൊരു ദൗത്യത്തിലാണ്. ഹോർമുസ് കടലിടുക്കിൽ മൈൻ വിതറുന്ന ചെറുബോട്ടുകളെ തുരത്തുകയും അവയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു ശ്രമകരമായ ദൗത്യം. ഹോർമുസ് കടലിടുക്കിന്മേൽ US-ന് കടുത്ത നിയന്ത്രണമുണ്ട് എന്ന് അമേരിക്ക വീണ്ടും വ്യക്തമാക്കുന്നു. ഇറാൻ കടലിടുക്കിൽ നിന്ന് 2 കപ്പലുകൾ പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ ഉപരോധം കൂടുതൽ ശക്തമാക്കി അമേരിക്ക അതിശക്തമായി പ്രതികരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ചെറുബോട്ടുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം. ഇതിനിടയിൽ IRGC ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ മൈനുകൾ സ്ഥാപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുകയാണ് മൈൻ വീപ്പർമാരുടെ വലിയ ഉത്തരവാദിത്വം. അമേരിക്കൻ നാവികസേനയുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും ഇനി ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാനോ പുറത്തേക്ക് പോകാനോ കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ നേതാവ് ആരാണ് എന്ന് കണ്ടെത്താൻ ഇറാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. യുദ്ധക്കളത്തിൽ ദയനീയമായി തോറ്റ എതിരാളിയെ തങ്ങൾ എങ്ങനെ ഇനി നേരിടുമെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ഇറാൻ നമ്മുടെ നഗരങ്ങൾക്ക് മാത്രമല്ല ഭീഷണി, മിഡിൽ ഈസ്റ്റിനെ തകർക്കാനാണ് അവരുടെ ശ്രമം. മാധ്യമപ്രവർത്തകർ തുരുതുര ട്രംപിനോട് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, എന്നെ തിരക്ക് കൂട്ടരുത്. എങ്ങനെ ആ പണി പൂർത്തിയാക്കണമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. ഇറാനികൾ പൂച്ചകളെയും നായകളെയും പോലെ പോരാടുകയാണ് എന്ന് ട്രംപ് പരിഹസിക്കുന്നു. ആരാണ് ഇനി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ സമയം ഉപയോഗിച്ച് ഇറാൻ ചിലപ്പോൾ തങ്ങളുടെ ആയുധങ്ങൾ അല്പം നിറച്ചിരിക്കാമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇതിനിടയിൽ US സൈന്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ എത്തിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. USS ജോർജ് W. ബുഷ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി എന്ന് സെൻകോം റിപ്പോർട്ട്. ജോർജ് W. ബുഷ് യുദ്ധക്കപ്പൽ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ സഞ്ചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സെൻകോം പുറത്തുവിട്ടു. പ്രതിരോധത്തിന് മാത്രമല്ല ആക്രമണത്തിനും IDF ശക്തമാണ് എന്ന് ഇസ്രയേൽ പ്രതികരിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തി അമേരിക്കയുടെ ഒരു പച്ചക്കൊടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നൊരു പച്ചക്കൊടി പ്രതീക്ഷിക്കുന്നു. ഇസ്രയേൽ ഒന്നാമതായി ഇസ്രയേലിനെതിരായ ഉന്മൂലന പദ്ധതിയുടെ തുടക്കക്കാരായ ഖമേനി രാജവംശത്തെയും ഇറാനിയൻ ഭീകര ഭരണകൂടത്തിൻ്റെ നേതൃത്വ പിൻഗാമികളെയും വകവരുത്തേണ്ടതുണ്ട്. ഇറാനിലെ പുതിയ നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് എന്നുറപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നേതൃനിരയിലെ അധികാരശൂന്യതയ്ക്കിടയിൽ IRGC നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുകയാണ്. പരമോന്നത നേതാവായി നിയമിതനായതിനു ശേഷം മുജ്തബ ഖമനേയി ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇസ്രയേൽ തങ്ങളെ കൊലപ്പെടുത്തും എന്ന ഭയം ഖമനേയിക്കും കൂട്ടർക്കുമുണ്ട്. ഖമനേയിയുടെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥയും അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതിലെ ബുദ്ധിമുട്ടുകളും കാരണം സുരക്ഷാ കാര്യങ്ങളിൽ രാജ്യത്തിന്റെ തീരുമാനമെടുക്കൽ ഭൂരിഭാഗവും IRGCയിലെ ജനറൽമാരാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ചുരുക്കത്തിൽ ഖമേനി തന്റെ പിതാവിനെ പോലെ ഒരു കേന്ദ്രീകൃത അധികാരം ഉപയോഗിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. US ആക്രമണത്തിൽ നിന്ന് മുജ്തബ ഖമനേയി കഷ്ടിച്ചു മാത്രമാണ് രക്ഷപ്പെട്ടത്. വ്യോമാക്രമണത്തിൽ ജീവനോടെ രക്ഷപ്പെട്ടുവെങ്കിലും കാലിന് ഗുരുതരമായി പരിക്കേറ്റു.
മുഖത്ത് ഭീകരമായി പൊള്ളലേറ്റു. ആക്രമണത്തിലുണ്ടായ പരിക്കുകളെ തുടർന്ന് മുജ്തബ കൃത്രിമ കാലിനായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. മുജ്തബ കമനയുടെ കയ്യിൽ ശസ്ത്രക്രിയ നടത്തുകയും കാലിലേറ്റ പരിക്ക് മൂലം നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. നിലവിൽ കൃത്രിമക്കാൽ കടുപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. മുഖത്ത് പൊള്ളലേറ്റതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പരമോന്നത നേതാവ് ഗുരുതരമായി മുഖത്ത് പൊള്ളലേറ്റ് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മുജ്തബ കമനയുടെ കാലിൽ മാത്രം നടന്നത് 3 ശസ്ത്രക്രിയകൾ. കൈകളിലും 2 ശസ്ത്രക്രിയകൾ നടന്നു. മുഖത്തിനും ചുണ്ടിനുമൊക്കെ ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശുപത്രിയിലാണോ അതോ രഹസ്യ കേന്ദ്രത്തിലാണോ എന്ന കാര്യം വ്യക്തമല്ലെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. എന്നാൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്നു. മുജ്തബ കമനയെ ഇതുവരെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങളൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് AI നിർമ്മിത വീഡിയോകളാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. നിലവിലെ രഹസ്യ കേന്ദ്രത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹത്തെ ആരും സന്ദർശിക്കുന്നില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. മറുവശത്ത് ഇസ്രായേൽ പറയുന്നു, അമേരിക്ക ഒരു ഉത്തരവ് നൽകിയാൽ അപ്പോൾ തന്നെ മുജ്തബ കമനയെ കൂടി തങ്ങൾ വകവരുത്തുമെന്ന്. ഇറാനുമായുള്ള യുദ്ധം ആണവ സംഘർഷമാക്കി മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സമാധാന കരാറിൽ ഏർപ്പെടാൻ ഇറാന് മുന്നിലുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെടിനിർത്തലിന് ശേഷം ആദ്യമായി ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ടെഹ്റാൻ ആകാശത്ത് ശത്രുവിൻ്റെ സാന്നിധ്യവും വ്യക്തമായി. ഇറാൻ യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് വ്യക്തതയോടെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. എന്നാൽ ഇറാന് അമേരിക്കയുമായി സമാധാന കരാർ എത്തിച്ചേരാനുള്ള സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ ഇതിനകം തകർത്ത് തരിപ്പണമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ എതിരാളിയുടെ സാന്നിധ്യം സംശയിച്ചതിനെ തുടർന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കി. ഒരുപക്ഷെ ഇസ്രയേൽ പോർവിമാനങ്ങൾ ടെഹ്റാന്റെ ആകാശത്തിൽ എത്തിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് സൂചനകൾ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സേന വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടാൽ ഇറാന് ദിനം പ്രതി $500 ബില്യൺ ലഭിക്കും. അത് ഒഴിവാക്കുകയാണ് തന്റെ ലക്ഷ്യം. ഉപരോധത്തിലൂടെ വീണ്ടും സാമ്പത്തികമായി വലിയ അരാജകത്വത്തിലേക്ക് ഇറാൻ കൂപ്പുകുത്തുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇതിനിടയിൽ ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തു. ഇതോടെ US-ന്റെ കസ്റ്റഡിയിലുള്ളത് ഇറാന്റെ 3 കപ്പലുകളാണ്. ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മജസ്റ്റിക് X എന്ന എണ്ണക്കപ്പൽ ഇന്നലെ US സേന തടഞ്ഞ് തങ്ങളുടെ പരിധിയിലാക്കിയത്. അത്ര എളുപ്പമല്ല ഇറാന് കാര്യങ്ങൾ. മറുവശത്ത് അമേരിക്ക വീണ്ടും കടുപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കെന്ന വജ്രായുധം പുറത്തെടുത്ത ഇറാന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.